കടന്നുവരുവാൻ അനുഭവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर भला है और उसकी करुणा सदा की है. ദൈവം നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. इन दिनों में हमारे देश के लिए, हमारे राज्य के लिए जिस प्रकार हम अभी सुन रहे थे, प्रार्थना में जागना बहुत जरूरी है. നമ്മുടെ ദേശത്തിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമ്മൾ കേട്ടതുപോലെ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയിൽ ശക്തമായി ഉണർന്നേ മതിയാകും. आमीन. कल हमें भी शाम को हमारे चर्च का कॉटेज मीटिंग था, लेकिन कैंसिल करना पड़ा क्योंकि यहाँ पर भी ब्लैकआउट और मॉक ड्रिल वगैरह हो रहा था. आमीन. पता नहीं कि क्या होगा, इसके लिए सभी लोग थोड़ा डरे हुए हैं. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങൾക്ക് കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. എന്നാൽ അത് ക്യാൻസൽ ചെയ്യേണ്ടതായി വന്നു. ഇവിടെയും വെട്ടം ഓഫ് ചെയ്യുന്നതും അതിനായിട്ടുള്ള പരിശീലനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പോകുവാൻ കഴിയുമായിരുന്നില്ല. इन दिनों में हमारे देश के लिए खास तौर से प्रार्थना करना बहुत जरूरी है. ഈ ദിവസങ്ങൾ നമ്മുടെ ദേശത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. आमीन. कुछ जगह पे जहाँ पर परमेश्वर के लोग भी समस्या से होकर जा रहे हैं और कुछ लोग इस बातों का गलत फायदा उनको भी उठा रहे हैं. ചില ദേശങ്ങളിൽ ആളുകൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അതിനെ അനാവശ്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. कल भी सोशल मीडिया से कुछ बातें सुन रहे थे, देख रहे थे कि आमीन इस नाम में आमीन दूसरा रिलीजन के लोगों को काफी टॉर्चरिंग भी काफी जगहों पे कर रहा है. ഈ പേരിൽ പല ആളുകളെയും പല രീതിയിൽ ഉപദ്രവിക്കുന്നതായിട്ടും അറിയുവാൻ കഴിഞ്ഞു. आमीन. प्रार्थना करें कि परमेश्वर की शांति हमारे देश में इन दिनों में होना बहुत जरूरी है. ദൈവിക സമാധാനം ദേശത്ത് നിലനിൽക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. जल्दी से हमारे ध्यान परमेश्वर के वचन की ओर हम लेकर आएंगे. നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. भजन संहिता 52 आमीन उसका पहले आयत की ओर हमारे ध्यान हम लेकर आएंगे. സങ്കീർത്തനങ്ങൾ 52 ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വീര, നീ ദുഷ്ടതയെ പ്രശംസിക്കുന്നതെന്ത്? ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. आमीन. यहाँ पर है वीर तू बुराई करने पर आमीन क्यों घमंड करता है करके भजन संहिता लिखने वाला पूछ रहा है. വീര, നീ ദുഷ്ടതയെ പ്രശംസിക്കുന്നതെന്തെന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്. वहां पर उस भजन संहिता जानने के लिए उसका हेडिंग भी पढ़ना बहुत जरूरी है. ആ സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് വായിക്കേണ്ടത് ആവശ്യമാണ്. സംഗീത പ്രവാണിക്ക് ദാവീദിന്റെ ഒരു ധ്യാനം. ഏദോമിനായ ദോവേഗ് ചെന്ന ശൗലിനോട് ദാവീദ് അഹീമേലെക്കിന്റെ വീട്ടിൽ വന്നിരുന്നു എന്നറിയിച്ചപ്പോൾ ചമച്ചത്. यहाँ पर दोएग नाम का जो आमीन एदोमाइट है वो शाऊल के पास आकर कहता है कि दाऊद फलाने जगह में था. इस खबर को पहुंचाने के समय में दाऊद लिखने वाला भजन संहिता है ये. ഏദോമിനായ ദോവേഗ് ചെന്ന് ശൗലിനോട് ദാവീദ് അഹിമേലെക്കിന്റെ വീട്ടിൽ വന്നിരുന്നു എന്നറിയിച്ചപ്പോൾ ചമച്ചത്. आमीन. इसका जो बैकग्राउंड है वो यदि हमें जानना है तो पहला सामुएल उसका 21 अध्याय उसके 7वें आयत को हम ध्यान से पढ़ना बहुत जरूरी है. पहला सामुएल 21 अध्याय उसके 7वें आयत. ഇതിന്റെ ചരിത്രം അറിയണമെങ്കിൽ 1 ശമൂവേൽ 21:7 വാക്യം മുതൽ നമ്മൾ വായിക്കണം. എന്നാൽ അന്ന് ശൗലിന്റെ ഭൃത്യന്മാരിൽ ദോവേഗ് എന്നു പേരുള്ള ഒരു ഏദോമിനെ അവിടെ യഹോവയുടെ സന്നിധിയിൽ അടച്ചിട്ടിരുന്നു. അവൻ ശൗലിന്റെ ഇടയന്മാർക്ക് പ്രമാണിയായിരുന്നു. ദാവീദ് അഹീമേലെക്കിനോട്, ഇവിടെ നിന്റെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ? രാജാവിന്റെ കാര്യം തിടുക്കമായിരുന്നത് കൊണ്ട് ഞാൻ എന്റെ വാളും ആയുധങ്ങളും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുരോഹിതൻ, ഏലാ താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫെലിസ്തീനായ ഗോലിയാത്തിന്റെ വാൾ ഏഫോദിന്റെ പുറകിൽ ഒരു ശീലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു, അത് വേണമെങ്കിൽ എടുത്തുകൊള്ളുക, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. यहाँ पर दाऊद जब प्रेस लॉर्ड वहां के महायाजक के पास आते हैं, अहीमेलेक के पास, तब आमीन वे आमीन यहाँ पर आए हुए घटना को दोएग वहां पर उन्हें देख रहा है. ഇവിടെ ദാവീദ് അഹീമേലെക്കിന്റെ സ്ഥലത്ത് ചെന്നത് ആമേൻ ദോവേഗ് എന്ന വ്യക്തി അറിയുവാൻ ഇടയായി തീർന്നു. क्योंकि अहीमेलेक एक आमीन महायाजक है और वहां पर इस दोएग को कुछ कारण से एक जेल में डाला गया था. आमीन. क्योंकि उन्होंने किया हुआ गलती को एनालाइज करने के लिए उनको वहां के कारागृह में डाला हुआ था. അഹീമേലേക്ക് ഒരു പുരോഹിതനായിരുന്നു. തന്റെ ഭവനത്തിൽ തന്നെ
ദോവേഗിനെ തന്റെ എന്തോ കുറ്റനിമിത്തം തന്നെ അവിടെ തടവറയിൽ അടച്ചിട്ടിരിക്കുക. और यहाँ पर जब दाऊद इस अहीमेलेक के पास आया तब ये घटनाओं को दोएग वहां से ध्यान से देख रहा है. ദാവീദ് അഹീമേലെക്കിന്റെ ഭവനത്തിൽ വന്നത് ദോവേഗ് നന്നായി കണ്ട് മനസ്സിലാക്കി. हालेलुया. और दोएग के बारे में जानना जरूरी है कि शाऊल के साथ खड़े रहने वाला एक फेथफुल व्यक्ति था, दोएग करके वहां पर बताया गया है. ദോവേഗിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്, ശൗലിന്റെ ദാസനായിരുന്നു, ഭൃത്യനായിരുന്നു. लेकिन कुछ गलती करने के कारण उसको कुछ सजा देने के लिए वहां पर पकड़ के डाला हुआ था. എന്തോ തെറ്റ് സംഭവിച്ചതിന് നിമിത്തം അവനെ അവിടെ തടവറയിൽ വെച്ചിരിക്കുക. I mean, और अब उसका 22 अध्याय, पहला सामुएल उसके 22वें अध्याय, उसके 8 और 9 आयतों को जल्दी से हम देखेंगे. 22-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ എല്ലാവരും എനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു. എന്റെ മകൻ ഇശായിയുടെ മകനോട് സഖ്യത ചെയ്ത് എന്നെ അറിയിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ മകൻ എന്റെ ദാസനെ ഇന്ന് എനിക്കായി പതിയിരിപ്പാൻ ഉത്സാഹിപ്പിച്ചിരിക്കുന്നതിൽ മനസ്താപമുള്ളവരോ അതിനെക്കുറിച്ച് എനിക്ക് അറിവ് തരുന്നവരോ നിങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. I mean, यहाँ पर शाऊल दाऊद को ढूंढ के उसका पीछे पड़ा हुआ है. ഇവിടെ ശൗല് ദാവീദിനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. जहाँ कहीं भी मिलेगा मार डालने के इरादा से वो पीछे पड़ा हुआ है. എവിടെ കണ്ടുകിട്ടിയാലും കൊല്ലുവാനുള്ളതാണ് തന്റെ പദ്ധതി. और लोगों से आकर कहा कि जहाँ कहीं भी दाऊद को तुम दिखेंगे तुरंत आकर मुझसे खबर देना. ആളുകളോട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, എവിടെ ദാവീദ് ഉണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് വാർത്ത തരണം. लेकिन दाऊद एक अच्छा व्यक्ति होने के कारण कोई भी दाऊद को शाऊल के हाथ में देने के लिए तैयार नहीं था. എന്നാൽ ദാവീദ് നല്ലവനായിരുന്നതുകൊണ്ട് ആളുകൾക്ക് ദാവീദിനെ ശൗലിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നു. काफी जगहों पर दाऊद को लोगों ने देखा है, लेकिन कोई भी शाऊल के पास जाकर कहने के लिए तैयार नहीं है. പലരും ദാവീദ് എവിടെയുണ്ടെന്നുള്ളത് കണ്ടിട്ടുണ്ട്, പക്ഷെ അവരാരും ശൗലിന്റെ അടുക്ക വന്ന് പറഞ്ഞിട്ടില്ല. शाऊल का बेटा योनाथान खुद दाऊद को बचाने के लिए उसका पीछे पड़ा है. ശൗലിന്റെ മകനായ യോനാഥാൻ പോലും ദാവീദിനെ രക്ഷിപ്പാനായി അവനെ സംരക്ഷിക്കുകയാണ്. हालेलुया. लेकिन शाऊल तब बड़े निराश होकर कंप्लेन कर रहा है कि कोई भी मेरे साथ खड़े रहने के लिए तैयार नहीं है, कोई भी मेरे और आकर दाऊद के बारे में कहने के लिए तैयार नहीं है बोलकर बड़े संकट के साथ इस कंप्लेन को वहां पर 8 और 9 आयतों में वे बता रहे हैं. ആ സമയത്താണ് ശൗല് വലിയ പരാതി പറയുന്നത്, നിങ്ങളിൽ ആരും ദാവീദിനെ കുറിച്ച് എന്നോട് വന്ന് പറഞ്ഞില്ല എന്നുള്ളത് 8-9 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. और ये एक घटना हम साथ में इस 52 अध्याय भजन संगीता के साथ हम पढ़ना बहुत जरूरी है. ഈ ഒരു സംഭവത്തെ 52-ാം സങ്കീർത്തനത്തോട് നമ്മൾ ചേർത്ത് വായിക്കണം. ऐसे एक घटना के समय में दोएग नाम का एदोमाइट जाकर शाऊल से कहता है कि मैं जब वहां पर था तब दाऊद अहीमेलेक के पास आया और अहीमेलेक ने उसे भोजन खिलाया और तलवार भी दिया. पूरा घटनाओं को शाऊल के पास आकर कह रहा है. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ദോവേഗ് എന്ന് പറയുന്ന ശൗലിന്റെ ഭൃത്യൻ മുന്നോട്ട് കടന്നു വന്ന്, ഞാൻ ദാവീദിനെ അഹീമേലെക്കിന്റെ ഭവനത്തിൽ കണ്ടുവെന്നും അവൻ അവിടെ വന്നപ്പോൾ അവന് ആഹാരം കൊടുത്തു, ആയുധം കൊടുത്തു, അവനെ ഞാൻ അവിടെ കണ്ടു എന്നുള്ളത് ശൗലിനോട് തുറന്നു പറഞ്ഞു. और यहाँ पर हम देखते हैं कि जैसे ही दोएग आकर कहता है, शाऊल इस अहीमेलेक जो महायाजक है उन्हें उनके पास बुला रहा है. ഈ ശൗല് ഈ വിവരം അറിയുന്നു. ദോവേഗ് ഇത് പറഞ്ഞത് നിമിത്തം കേട്ട ഉടനെ തന്നെ ശൗൽ ഈ അഹീമേലെക്ക് പുരോഹിതനെയും കുടുംബത്തെയും വിളിച്ചു വരുത്തുകയാണ്. उस 22वें अध्याय के 11वें आयत से लिखा गया है कि दोएग को इस अहीमेलेक को शाऊल अपनी जगह पर बुला रहा है. അതിന്റെ 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഉടനെ രാജാവ് അഹീതൂബിന്റെ മകനായ അഹീമേലെക്ക് പുരോഹിതനെയും അവന്റെ പിതൃഭവനക്കാരായ നോബിലെ സകല പുരോഹിതന്മാരെയും വിളിച്ചു. അവരെല്ലാവരും രാജാവിന്റെ അടുക്കൽ വന്നു. और फिर उसके 13वें आयत में उससे पूछ रहा है, तब इस अहीमेलेक कह रहा है कि अरे दाऊद तो एक अच्छा व्यक्ति है, फिर क्यों तू उसे मारना चाहता है. 13-ാമത്തെ വാക്യത്തിൽ അവനെ ചോദ്യം ചെയ്യുമ്പോൾ അഹീമേലെക്ക് പറയുകയാണ് രാജാവിനോട്, സകല ഭൃത്യന്മാരിലും വെച്ച് ദാവീദിനോളം വിശ്വസ്തനായവൻ ആരുള്ളൂ. हालेलुया. प्रेज़ द लॉर्ड.
पूरे घराने में दाऊद के समान विश्वासयोगी व्यक्ति और कहां पर में मिल सकता है? സകല ഭൃത്യന്മാരിലും വെച്ച് ദാവീദിനോളം വിശ്വസ്തൻ ആരെയാ കണ്ടെത്താൻ കഴിയുന്നത്? हालेलुया। और उसके नीचे 14 से नीचे की ओर जब हम पढ़ते हैं, अहीमेलेक कहता है कि जब तू डरा हुआ था तभी भी दाऊद ही था जो हमारे राज्य को बचाने के लिए तैयार हुआ था। നീ ഭയന്നിരുന്ന സാഹചര്യത്തിലും ഇവൻ ദാവീദല്ലേ നമ്മുടെ രാജ്യത്തെയും നിന്നെയും രക്ഷിപ്പാനിടയായി തീർന്നത്. हालेलुया। जब लॉर्ड हमें सब कुछ हमारे विरोध उठा था, कोई भी इस राज्य को बचाने के लिए नहीं था, तब दाऊद ही एक व्यक्ति था जो हमारे राज्य को बचाने के लिए तैयार हुआ। ആരും രാജ്യത്തിന് വേണ്ടി നിൽപ്പാനില്ലാതെ എല്ലാവരും ഭയന്നിരുന്ന ആ സാഹചര്യത്തിൽ ദാവീദാണ് നമ്മുടെ രാജ്യത്തെ രക്ഷിപ്പാനിടയായത്. एक बात ध्यान देना जरूरी है कि शाऊल जब बुराई कर रहा है तभी भी दाऊद अपने राज्य के लिए और अपने लोगों के लिए भलाई करने के लिए आग्रह कर रहा है। ഒരു കാര്യം നമ്മൾ അറിയണം, ശൗല് പോലും സ്വന്തം ദേശക്കാർക്ക് ദോഷം ചെയ്തപ്പോൾ ദാവീദ് മാത്രമാണ് അവന് ഉപകാരവും ദേശത്തെ രക്ഷിപ്പാനും തുനിഞ്ഞത്. यदि शत्रु फिलिस्ती एक जगह से यदि आ रहा है तो दाऊद को यदि वो खबर मिला तो दाऊद उस जगह से जाकर उस फिलिस्ती को मार डालता है ताकि वे इस राज्य के अंदर ना आ जाए। ഫെലിസ്തർ എവിടെ നിന്നെങ്കിലും ആക്രമിക്കുവാൻ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദാവീദ് ആ രാജ്യം നമ്മുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പോയി അവരെ ആക്രമിച്ച് കീഴടക്കുമായിരുന്നു. काफी बार शाऊल युद्ध के लिए जाना भी नहीं पड़ा क्योंकि दाऊद था अपने राज्य को बचाने के लिए। പല സാഹചര്യത്തിലും ശൗലിന് യുദ്ധത്തിനായി പോകേണ്ടത് പോലും വന്നിട്ടില്ല, കാരണം ദാവീദ് ആയിരുന്നു അവിടെ എല്ലാം ഇറങ്ങി തിരിച്ചത്. इतना अच्छा मन रखने वाला एक दाऊद को मार डालने के लिए शाऊल पीछे पड़ा हुआ है। ഇത്ര നല്ല മനസ്സുള്ളവനെ കൊല്ലുവാനായി ശൗൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ऐसा एक समय में इस अहीमेलेक जो महायाजक है उसे मार डालने का इरादा शाऊल अब बना रहा है। ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതെല്ലാം ആയിരുന്നിട്ടും അഹീമെലെക്ക് പുരോഹിതനെ കൊല്ലുവാനുള്ള പദ്ധതികൾ ശൗൽ ഒരുക്കുകയാണ്. आपको ये पूरा घटना में समझाने का कोशिश इसके लिए कर रहा हूं क्योंकि आप यदि वो समझेंगे तो ही उस आयत का अर्थ की ओर हम जरूर आ पाएंगे। ഈ സംഭവങ്ങളെല്ലാം നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നത് നമ്മൾ വായിച്ച വാക്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കുവാനാണ്. हालेलुया। और यहाँ पर हम देखते हैं कि दोएग नाम का एक व्यक्ति इस प्रकार बिट्रे करने के कारण या दाऊद फलाना जगह पे है करके बोलने के कारण अहीमेलेक को अब शाऊल के सामने आकर खड़े रहना पड़ रहा है। ഇവിടെ ദോവേഗ് എന്ന ഒറ്റ വ്യക്തി അവൻ ശൗലിന്റെ അടുക്കൽ വന്ന് ദാവീദിനെ ഒറ്റിക്കൊടുത്തതുകൊണ്ട് അവൻ അഹീമെലെക്കിന്റെ ഭവനത്തിലുണ്ടെന്ന് അറിയിച്ചത് നിമിത്തം ആ പുരോഹിതന്മാരെ മുഴുവനും വിളിക്കുവാനിടയായി. और उसके 17वें आयत में हम देखते हैं कि शाऊल कहता है, हे अहीमेलेक तू मेरे खिलाफ खड़े रहा, इसके लिए तू और तेरा घराना मरना पड़ेगा। 17-ാം വാക്യം വരുമ്പോൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്, അവൻ അഹീമെലെക്കിനോട് ശൗല് പറയുകയാ, നീ നിമിത്തം നീ എന്റെ ശത്രുവിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് നിമിത്തം നീയും നിന്റെ മുഴുവൻ കുടുംബവും നശിക്കണം. और अपने प्रजाओं से अपने सेना से शाऊल कहता है कि इन्हें मार डालो। തന്റെ പട്ടാളത്തിലുള്ളവരോട് തന്റെ സൈനികരോട് പറയുക, ഈ പുരോഹിതന്മാരെ കൊല്ലണം. अपने सेनाओं ने कहा कि अरे नहीं मैं नहीं करूंगा, मुझे उसका श्राप तो नहीं चाहिए। അവരെല്ലാവരും പറഞ്ഞു, ഇല്ല ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല, അതിന്റെ ശാപം ഞങ്ങളുടെ മേളിൽ വരണ്ട. हालेलुया। पास्टर के ऊपर हाथ रख के उसका श्राप तो हमें नहीं चाहिए। പാസ്റ്ററുടെ മേളിൽ കൈവച്ചിട്ടുള്ള ശാപം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. क्योंकि कुछ समय पहले दोएग ने कहा था कि हमने देखा था कि दाऊद उस पास्टर के साथ खड़े रहते हुए। കുറച്ച് സമയം മുമ്പാണ് ദോവേഗ് ശൗലിനോട് പറഞ്ഞത്, ഞാൻ ദാവീദിനെ പാസ്റ്ററുടെ വീട്ടിൽ കണ്ടായിരുന്നു. हालेलुया। क्योंकि महायाजक वगैरह बोलते हैं तो हमारे बुद्धि से परे है, क्योंकि हम सोचते हैं कि कोई मर्तोमा का या याकूबा का याजक है। नहीं, हमें कनेक्ट करने के लिए मैंने बोला कि वो एक पास्टर के घर में हमने देखा था करके दोएग ने कहा था। പുരോഹിതൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് മർത്തോമക്കാരെയും യാക്കോബക്കാരെയും ഒക്കെ ഓർമ്മ വരും. അതുകൊണ്ടാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പാസ്റ്ററുടെ ഭവനത്തിൽ എന്ന് പറയുന്നത്. कुछ घटना जब होते हैं ना तो हम कहते हैं कि अरे मैंने उसको देखा तो वो पास्टर के घर में मैंने देखा था। എന്തെങ്കിലും ഒരു സംഭവമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറ്റുള്ളവരോട് പറയും, ഞാൻ ആ പുള്ളിക്കാരനെ പാസ്റ്ററുടെ വീട്ടിൽ നിന്ന് വരുന്ന കണ്ടായിരുന്നു. और यहाँ पर शाऊल अपने फौज से या अपने सेना से कहता है कि ये पास्टर और उनके परिवार, उनके पूरे घराने को मार डालो.
ശൗല് പറയുകയാണ് അഹിമേലെക്കിനെയും ഈ പാസ്റ്ററെയും കുടുംബത്തെയും തന്റെ എല്ലാവരെയും നശിപ്പിച്ചു കളയണം. आमीन रसूल सेना कहता है कि हमें उसका श्राप तो नहीं चाहिए, അവര് പറഞ്ഞു ഞങ്ങൾക്ക് അതിന്റെ ശാപം വേണ്ട, हम मार डालने के लिए तैयार नहीं हैं. ഞങ്ങൾക്ക് കൊല്ലാൻ താല്പര്യമില്ല. आमीन. तुरंत उस 14th आयत 18th आयत में बताया है कि दोएग कहता है कि अरे कोई बात नहीं, मैं मार डाल दूंगा. അതിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അപ്പോഴും ദോവേഗാണ് മുന്നോട്ട് വരുന്നത്, എന്നാൽ ഞാൻ കൊന്നുകളയാം. हालेलुया, प्रेज़ द लॉर्ड. दोएग को वो डर नहीं है कि परमेश्वर की दासों को मार डालेगा तो उसका श्राप उसके परिवार में आएगा करके, वो डर भी उसके अंदर नहीं है. ദൈവത്തിന്റെ അഭിഷിക്തനെ കൊന്നുകളഞ്ഞാൽ അതിന്റെ ശാപം തന്റെ ഭവനത്തിൽ വരുമെന്ന ഒരു ഭയം പോലും ദോവേഗിനില്ല. दोएग कहता है कि अरे कोई बात नहीं, मैं मार डाल दूंगा. അവൻ പറയുക ഹാ കുഴപ്പമില്ല, ഞാൻ കൊന്നുകളഞ്ഞു. और एक ही बार में एक ही दिन दोएग 85 प्रीस्ट को मारने के लिए तैयार होता है. ഒറ്റ ദിവസം കൊണ്ട് ഒരേ നിമിഷം തന്നെ അവൻ 85 പുരോഹിതന്മാരെ കൊന്നു. हालेलुया, वो और उनके घरानों को वो मार डालने के लिए तैयार हो रहा है. പുരോഹിതന്മാരെയും അവരുടെ കുടുംബ സമേതം അവരെ കൊന്നുകളയുകയാണ്. सोचकर देखिएगा, एक व्यक्ति का मुंह से आने वाला एक शब्द के कारण 85 परिवार अनाथ हो रहा है. ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക്, ഒരു പിഴവാക്ക് നിമിത്തം അവൻ 85 പുരോഹിത കുടുംബങ്ങൾ ഇല്ലാതെയായി. बाकी सभी लोग जब चुप है, बाकी सभी लोग जब जानते हैं फिर भी चुपचाप बैठने के लिए तैयार है, दोएग नाम का एक व्यक्ति के कारण, उसके मुंह से आने वाला एक शब्द के कारण 85 घर अनाथ हो रहा है. ബാക്കി സകല മനുഷ്യരും മൗനമായിരിക്കുമ്പോൾ, അവരാരും ഒരു വാക്ക് പോലും ഉരിയാതെ ഇരിക്കുമ്പോൾ, ദോവേഗ് എന്ന് പറയുന്ന ഒരുവന്റെ ശബ്ദ നിമിത്തം, അവന്റെ ഒരു വാക്ക് നിമിത്തം 85 ഭവനങ്ങൾ അനാഥമായി തീർന്നു. हमारे मुंह से आने वाला एक शब्द शायद किसी का परिवार बिखर सकता है. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് ഒരു ഭവനത്തെ തന്നെ തകർക്കുവാൻ ശക്തിയുള്ളതായി മാറും. आमीन. शायद हमारे मुंह से आने वाला एक अन्याय का बात, एक शब्द शायद हालेलुया कोई जिंदगी भी समाप्त करने के लिए भी कारण हो सकता है. നമ്മുടെ വായിൽ നിന്ന് വരുന്ന അവൻ വേണ്ടാത്ത ഒരു വാക്ക് ചിലപ്പോൾ ഒരു കുടുംബം തന്നെ അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ കാരണമാകും. यदि हम ध्यान से बातें ना करें तो शायद कोई विश्वास से भी पीछे हटने के लिए कारण हो सकता है. നമ്മൾ ശ്രദ്ധയോടെ സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ നിമിത്തം ആളുകൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുവാൻ തന്നെ ഇടയുണ്ട്. इसके लिए बड़े ध्यान से बातें करना जरूरी है. അതുകൊണ്ടാണ് പറയുന്നത് ശ്രദ്ധയോടെ സംസാരിക്കണമെന്ന്. मैं हर एक समय मेरे प्रार्थना में, मेरे पर्सनल प्रार्थना में कहता हूँ, खुदा यदि तेरा इच्छा नहीं है तो मेरे मुंह से वो शब्द भी बाहर नहीं आना. എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു വാക്ക് പോലും സംസാരിക്കാൻ ഇടയാകരുത്. खुदा तेरा इच्छा नहीं है तो कोई भी बातें मेरे कान तक भी नहीं पहुंचना. ദൈവത്തിന് ഹിതമല്ലെങ്കിൽ ഒരു വാക്കുകളും എന്റെ ചെവിയിൽ പോലും കേൾപ്പാൻ ഇടയാകരുത്. खुदा यदि आपका इच्छा नहीं है तो वो बातों को मेरे आंखों से देखने भी नहीं देना. അങ്ങേക്ക് ഹിതമല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾക്ക് ഇടയാകരുത്. खुदा यदि तेरा इच्छा नहीं है तो उस जगह पे मुझे जाने भी नहीं देना. ദൈവമേ അങ്ങേക്ക് ഹിതമല്ലാത്ത ഒരിടത്ത് പോകാൻ എനിക്കിടയാകരുത്. हालेलुया. कुछ लोग कहते हैं कि पास्टर सबको पता था, आपको ही नहीं पता है. ചില ആളുകൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കാറുണ്ട്, പാസ്റ്റർ എല്ലാരും അറിഞ്ഞിട്ടും പാസ്റ്റർ അറിഞ്ഞില്ലയോ? हालेलुया. मैं कहता हूं कि वो परमेश्वर का योजना नहीं होगा, मैं जानना इसके लिए अच्छा हो गया कि मैंने नहीं जाना है. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു ഞാൻ അത് അറിയണം എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. अरे सभी लोग जान रहे बोल के आप भी जानना जरूरी नहीं है. എല്ലാവരും അറിഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. आमीन. जो बातें आप जानना है परमेश्वर आपके कान में लेकर आएगा. നിങ്ങൾ അറിയേണ്ട വിഷയമാണെങ്കിൽ അത് നിങ്ങളുടെ ചെവിയിലെത്തും. जो आप जानना भी नहीं है वो बातों से परमेश्वर आपको अलग रखेगा. നിങ്ങൾ കേൾക്കേണ്ടാത്ത വിഷയത്തിൽ നിന്ന് ദൈവം നിങ്ങളെ സൂക്ഷിച്ചു മാറ്റി നിർത്തും. इसके लिए हर एक समय हम प्रार्थना करना कि खुदा तेरा योजना के बगैर कोई भी बातें मेरे कान तक भी नहीं आने देना. അതുകൊണ്ട് ദിനം പ്രതി പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങേക്ക് ഹിതമല്ലാത്തതൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. संसार के सारे बातें हमारे सिर के अंदर फीड करना जरूरी नहीं है. परमेश्वर के लोग परमेश्वर की बातों को ज्यादा जानना बहुत जरूरी है. ഈ ലോകത്തിന്റെ സകല വിഷയങ്ങൾ
കാര്യങ്ങളെയും കേട്ട് നമ്മുടെ ശ്രദ്ധയിൽ നമ്മുടെ ബുദ്ധിയിൽ നിറയ്ക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ കാര്യങ്ങളിൽ ചിന്ത കേന്ദ്രീകരിക്കണം. हालेलुया। यहाँ पर एक व्यक्ति के मुंह से आने वाला एक शब्द के कारण एक ही दिन 85 परिवार बिखर रहा है। ഇവിടെ ഒരു വ്യക്തിയുടെ ഒരു വാക്ക് നിമിത്തം 85 ഭവനങ്ങൾ തകർക്കപ്പെട്ടു. वही बात हम भजन संगीता में पढ़ा कि हे वीर तू बुराई करने पर क्यों घमंड कर रहा है करके दाऊद इस गीत के द्वारा गा रहा है। അതേ കാര്യങ്ങളാണ് നമ്മൾ 52-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്. അവനോട് ചോദിക്കുക, വീര നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത്? हे वीर करके क्यों बुला रहा है? क्योंकि हालेलुया प्रेज द लॉर्ड आमीन शाऊल के सामने अब दोएग एक वीर के समान बन गया है। ഇവിടെ വീര എന്നവനെ വിളിക്കുകയാ. ശൗലിന്റെ മുന്നിൽ ദാവീദ് ഒരു വീരനായി മാറി. क्योंकि आमीन शाऊल के सामने यदि कुछ काम करके दिखाएगा तो शाऊल का फेवर मिल सकता है, शाऊल का ध्यान उसकी ओर आ सकता है. केवल वो आमीन शाऊल के आमीन प्रेज उस ध्यान को खींचने के लिए आमीन प्रेज कुछ लोगों का मृत्यु करने के लिए भी, मार डालने के लिए भी वो तैयार हो रहा है. ശൗലിന്റെ മുന്നിൽ വലിയ വീരകൃത്യങ്ങൾ ചെയ്തവനായി വലിയ അവന് ആമേൻ അനുകൂലമായി ചിലത് ചെയ്തതുകൊണ്ട് അവന് ശൗലിന്റെ പ്രീതി സമ്പാദിക്കുവാൻ ഇടയായി തീർന്നു. എന്തോ വലിയ കാര്യം ചെയ്തവനെ പോലെ വീരനായി വീരകൃത്യം ചെയ്തവനെ പോലെ നിൽക്കുകയാണ്. लेकिन परमेश्वर के सामने वो एक वीर नहीं है. എന്നാൽ ദൈവം മുമ്പാകെ അവന്റെ കാമ്യം പ്രവർത്തികൾ വീരന്റേതായിരുന്നില്ല. राजा के सामने तो शायद वीर होगा, लेकिन परमेश्वर के सामने तू कभी वीर नहीं है. അവൻ രാജാവിന്റെ മുന്നിൽ വലിയ വീരനെ പോലെ നിൽക്കുകയാ, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ അവൻ അങ്ങനെ അല്ല. दाऊद को मार डालने के लिए या याजकों को मार डालने में परमेश्वर के सामने अब कैसा वीर बन सकता है? പുരോഹിതന്മാരെ കൊല്ലുന്നവന് ദാവീദിനെ പിന്തുടരുന്നവൻ എങ്ങനെ ആമേൻ ദൈവ മുമ്പാകെ വീരനായി തീരും? आमीन उस पहले आयत को और एक बार हम पढ़ेंगे. അതിന്റെ 1-ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. വീര നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നതെന്ത്? ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. परमेश्वर की दया वो कंटिन्यूली है, वो सदा के लिए है. ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. आमीन वो अनंत तक परमेश्वर की दया हमारे ओर वो दिखाने वाला परमेश्वर है. ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. हालेलुया. इसकी दूसरी आयत को हम देखेंगे. 2-ാമത്തെ വാക്യം, ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കും. आमीन तेरा जीव आमीन इतना शार्प है कि आमीन वो किसी का गला भी काट सकता है. നിന്റെ നാവിന്റെ മൂർച്ച കാരണം നീ ആളുകളെ ആമൻ മുറിവേൽപ്പിക്കും. आमीन किसी को मार डालने के लिए, किसी को चोट पहुंचाने के लिए, किसी को निराश करने के लिए भी तेरा शब्द इस्तेमाल हो जाता है. നിന്റെ നാവ് കൊണ്ട് നീ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു, കുത്തി വേദനിപ്പിക്കുവാൻ ഇടയായി. और तू भलाई के बदले बुराई को तू ज्यादा प्रेम करता है. നന്മയേക്കാൾ തിന്മയെ ഇഷ്ടപ്പെടുന്നു. हालेलुया. बाकी के सभी लोग जब चुपचाप रहा, तेरे मुंह से आने वाला एक शब्द कुछ भक्तों का जिंदगी खत्म होने के लिए कारण हो गया. മറ്റുള്ളവരെല്ലാവരും മൗനമായിരുന്ന സമയത്ത് നിന്റെ വാക്കുകൾ, നിന്റെ മൊഴികൾ അവൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ आमीन प्रेज लॉर्ड. लेकिन पहले आयत में ऐसा लिखा गया है कि आमीन परमेश्वर का करुणा वो तो अनंतता तक हमें अनुभव कर पाते हैं. എന്നാൽ അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുക, ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. हालेलुया. परमेश्वर की दया दिखाने के लिए परमेश्वर ने हमें बुलाया है. ആ ദൈവത്തിന്റെ ദയ ആമേൻ വെളിപ്പെടുത്തുന്നവരാകുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. परमेश्वर की दया क्या है वो भी हम जानना बहुत जरूरी है. ദൈവത്തിന്റെ ദയയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. परमेश्वर का 5 लॉर्ड ना बदलने वाला कैरेक्टर हम जानना बहुत जरूरी है. ദൈവത്തിന്റെ 5 ദൈവത്തിന് മാത്രമുള്ള, ദൈവത്തിന് മാറ്റമില്ലാത്തതായിരിക്കുന്ന 5 സ്വഭാവങ്ങൾ നമ്മൾ അറിയണം. हालेलुया. आमीन वो केवल परमेश्वर को ही है, मनुष्य को वो कैरेक्टर नहीं हो सकता है. ഈ സ്വഭാവങ്ങളെല്ലാം ദൈവത്തിന്റേത് മാത്രമാണ്, അത് മനുഷ്യന് വിട്ടുകൊടുത്തിട്ടില്ല. आमीन पहला कैरेक्टर हम जानना जरूरी ये है कि ही इज ए सेल्फ एक्सिस्टेंस ऑफ गॉड. आमीन परमेश्वर को कोई जन्म नहीं दिया है, बल्कि परमेश्वर ही हालेलुया संसार के शुरुआत से और या सारे बातों से पहले वो मौजूद था. ദൈവത്തെ ആമേൻ ദൈവത്തെ കുറിച്ച് പറയുന്നത് ദൈവം സ്വയമായി നിലനിൽക്കുന്ന ദൈവമാണ്. ആമേൻ സകലത്തിനും മുന്നമേ മുതലേ ദൈവമുണ്ട്. ദൈവം ഉണ്ട് എന്നുള്ളത് അത് ദൈവത്തിന്റെ മാത്രം സ്വഭാവമാണ്. इस पृथ्वी में
लोग मिट्टी से या अलग अलग मटेरियल से उनके भगवानों को बनाते हैं, लेकिन हमारा परमेश्वर ऐसा नहीं है. ही इज सेल्फ एक्सिस्टेंस. हालेलुया. वो किसी कोई हमारे परमेश्वर को बनाए नहीं है, बल्कि वो खुद हमारा परमेश्वर है. മറ്റു മൂർത്തികളെയെല്ലാം മറ്റു ദേവന്മാരെയും ദേവികളെയെല്ലാം അവർ മനുഷ്യർ കൈകൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ ഉണ്ടാക്കിയതല്ല, നമ്മുടെ ദൈവം സ്വയമേ നിലനിൽപ്പുള്ള ദൈവമാണ്. मनुष्य को वो कैरेक्टर नहीं हो सकता है, മനുഷ്യന് അങ്ങനെ ഒരു സ്വഭാവമില്ല. क्योंकि मनुष्य यदि जन्म लेना है तो उसे एक परिवार होना बहुत जरूरी है. മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ ഒരു ഭവനം വേണം. एक परिवार होना, जन्म लेने के लिए एक परिवार होना जरूरी ഒരു है. മനുഷ്യൻ ജനിക്കണമെങ്കിൽ ഒരു കുടുംബം ഉണ്ടാകണം. दूसरा कैरेक्टर परमेश्वर का, ही इज एन अनचेंजिंग गॉड. രണ്ടാമത്തെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിന് മാറ്റമില്ല. हालेलुया. ही इज सेम yesterday, today and forever. वो कल, आज और आने वाला कल भी कभी ना बदलने वाला परमेश्वर है. നമ്മുടെ ദൈവം ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനായ ദൈവമാണ്. ദൈവത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. यदि परमेश्वर ने आपसे कोई वायदा दिया है, परमेश्वर कभी भी उस वायदा से नहीं बदलता है. ദൈവം എന്തെങ്കിലും ഒരു വാഗ്ദത്തം നമുക്ക് തന്നെങ്കിൽ അതിൽ നിന്ന് ദൈവം മാറുന്ന ദൈവമല്ല. हमारा परमेश्वर कभी भी बदल नहीं सकता है. നമ്മുടെ ദൈവത്തിനൊരു മാറ്റമില്ല. इंसान बदलते रहेगा, लेकिन परमेश्वर कभी नहीं बदलेगा. മനുഷ്യന് മാറ്റം വരും, എന്നാൽ ദൈവത്തിന് മാറ്റം ഉണ്ടാവില്ല. परमेश्वर के इंसान के रूप और उसके भावनाओं में बहुत ही बदलावटें होते रहता है. മനുഷ്യന്റെ രൂപത്തിനും ഭാവത്തിനും എല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കും. आज देखने वाला व्यक्ति को यदि हम 10 साल के बाद में देखेंगे तो हम शायद पहचानना भी मुश्किल हो जाएगा. ഇന്ന് കണ്ട വ്യക്തിയെ 10 വർഷങ്ങൾക്ക് ശേഷം കണ്ടാൽ അവരെ മനസ്സിലാകത്തു പോലുമില്ല. हालेलुया. आप 10 साल पहले कैसे थे वैसा नहीं है शायद आज. നമ്മൾ ആരും 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നത് പോലെ അല്ല ഇപ്പോൾ ഉള്ളത്. हम जब मीरठ में थे, यूपी में थे, तब मैं इतना हेल्थी नहीं था. तब मैं शर्ट इन करके चलता था. യുപിയിൽ ആയിരുന്ന സമയത്ത് എനിക്ക് ഇത്രയും വണ്ണമില്ലായിരുന്നു, അതുകൊണ്ട് ഷർട്ടൊക്കെ ഇൻ ചെയ്യുമായിരുന്നു. लेकिन कुछ साल के बाद जब हम मुंबई आए, मुंबई से जब भोपाल आए, तब तक तो फिर मैं शर्ट इन करना छोड़ दिया. ഭോപ്പാലിൽ വന്നതിന് ശേഷം പിന്നെ ഷർട്ട് ഇൻ ചെയ്യുന്നതൊക്കെ ഉപേക്ഷിച്ചു. आप शायद समझ गए होंगे कि क्या है. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്റെ കാര്യം എന്താണ്. एक साल पहले हैदराबाद में एक विवाह के लिए हम गए थे. കഴിഞ്ഞ വർഷം ഹൈദരാബാദിൽ ഒരു വിവാഹ ശുശ്രൂഷയ്ക്കായി പോയി. वहां पर मीरठ में हम जहां पर सेवकाई कर रहे थे, वहां का एक बेटी का विवाह हैदराबाद में हो रहा था. മീററ്റിൽ ഞങ്ങൾ ശുശ്രൂഷയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു മകളുടെ വിവാഹമാണ് ഹൈദരാബാദിൽ നടന്നത്. और मीरठ से काफी परिवार वहां पर, यूपी से काफी परिवार वहां पर हैदराबाद में उस विवाह के सेवकाई में शामिल होने के लिए आए थे. യുപിയിലെ മീററ്റിൽ നിന്നുള്ള ആ സഭയിൽ നിന്ന് അനേകം വിശ്വാസികൾ ഈ വിവാഹം സംബന്ധിപ്പാനായി വന്നിട്ടുണ്ട്. और वहां पर आए हुए एक आंटी ने मुझे देखकर, उन्हें समझ में नहीं आया, पहचान नहीं हुआ कि मुझसे आके पूछ रहे कि पास्टर आप वही पास्टर ना जो मेरठ में थे. അതിലൊരു ആന്റിക്ക് എന്നെ കണ്ടിട്ട് നന്നായി മനസ്സിലായി പോലുമില്ല. ആ ആന്റി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ ജിജോ പാസ്റ്റർ തന്നെയല്ലേ? वो मेरा चर्च का विश्वासी था. हमारा जब एक्सीडेंट हुआ था, हमारा काफी देखभाल वो आंटी और परिवार ने किया है. ആ ആന്റി മീററ്റ് സഭയിലെ വിശ്വാസിയായിരുന്നു. ഞങ്ങൾക്ക് അപകടമുണ്ടായ സമയത്ത് മിക്കവാറും സമയം ഞങ്ങളെ സംരക്ഷിച്ചത് ആന്റി ആയിരുന്നു. लेकिन इतना हेल्थी हो जाएगा करके आंटी को समझ में नहीं आ रहा था. ഇത്രയും വണ്ണം വയ്ക്കുമെന്ന് ആന്റി ഒരിക്കലും വിശ്വസിച്ചില്ല. आंटी तो डर गया, पास्टर आप तो बहुत मोटा हो गया है. ആന്റി വന്ന് പറഞ്ഞു, പാസ്റ്ററെ ഇത് ഒത്തിരി വണ്ണം വെച്ചല്ലോ. हालेलुया. और फिर वो शादी वगैरह उस दिन का वो जो फंक्शन था सब हो गया, और जाकर वो सो गए. और 2 दिन के बाद में वो फोन कर रहे हैं कि पास्टर कल रात को मुझे बिल्कुल नींद नहीं आया. ആ ആന്റി വിവാഹ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് മടങ്ങിപ്പോയി. 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ഫോൺ ചെയ്ത്, ആന്റി പാസ്റ്റർ ഞാൻ 2 ദിവസം ഉറങ്ങിയില്ല. वो कहता है कि जब मैं सोता हूँ तो पास्टर इतना मोटा हो गया है, और पास्टर को अटैक वगैरह तो नहीं आएगा ना, ऐसा वगैरह. एक काफी एक घबराहट उनके मन में हो रहा है. താൻ 2 ദിവസം ഉറങ്ങിയില്ല. തനിക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്തയാണ്, ജിജോ പാസ്റ്റർ ഒത്തിരി വണ്ണം വെച്ചല്ലോ, ഇനി ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. हालेलुया. प्रेज़ लॉर्ड. कुछ समय में हमारा रूप बदल जाता है. കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ രൂപങ്ങളും ഭാവങ്ങളും മാറും. आपने जिस व्यक्ति को 10 साल पहले देखा था, शायद 10 साल के बाद में
में पहचानना थोड़ा मुश्किल हो सकता है। ആളുകളെ 10 വർഷം കൊണ്ട് തന്നെ തിരിച്ചറിയുവാൻ തന്നെ കഴിയാത്ത രീതിയിൽ മാറ്റമുണ്ടാകും. लेकिन मेरा परमेश्वर का खासियत यह है कि ही इज एन अनचेंजिंग गॉड, वो कभी भी ना बदलने वाला परमेश्वर എന്നാൽ है। നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേക നമ്മുടെ ദൈവത്തിന് യാതൊരു മാറ്റവും वो സംഭവിക്കുന്നില്ല. कल, आज और आने वाला कल भी हालेलुया एक समान है, वो कभी ना बदलने वाला परमेश्वर है। അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി മാറ്റമില്ലാത്ത ദൈവമാണ്. तीसरा कैरेक्टर परमेश्वर के बारे में, ही इज एन ऑल नोइंग गॉड, सारे बातों का ज्ञान मेरा परमेश्वर रखता है। മൂന്നാമത്തെ ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ദൈവം സകലത്തെയും അറിയുന്ന ദൈവമാണ്. हालेलुया, परमेश्वर को कोई बुद्धि नहीं दे सकता है या सलाह नहीं दे सकता है। ദൈവത്തിന് ആർക്കും ബുദ്ധി പറഞ്ഞു കൊടുക്കുവാനോ അവൻ അഭിപ്രായം പറഞ്ഞു കൊടുക്കുവാനോ ആവശ്യമില്ല. हालेलुया, प्रेज द लॉर्ड। I mean चारवें बात हम देखते हैं, ही इज एन ओमनीपोटेंट गॉड, ही इज एन ओमनीप्रेजेंट गॉड। वो हालेलुया भोपाल में भी मौजूद हो सकता है, केरला में भी मौजूद हो सकता है, मुंबई में भी एक ही समय में मेरा परमेश्वर मौजूद हो सकता है। നാലാമതായി ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ദൈവം സർവ്വവ്യാപിയാണ്. ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എല്ലാ രാജ്യങ്ങളിലും ലോകത്തിന്റെ ഏത് ഭാഗത്തും ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടും. हालेलुया, लेकिन मैं यदि भोपाल में है तो भोपाल में ही रुक सकता हूँ, उसी समय में मैं मुंबई में दिखाई नहीं दे सकता हूँ। ഞാനിപ്പോൾ ഭോപ്പാലിലാണെങ്കിൽ എനിക്ക് ഇതേ സമയത്ത് തന്നെ മുംബൈയിൽ പോയി പ്രത്യക്ഷപ്പെടാൻ കഴിയത്തില്ല. हालेलुया, लेकिन मेरा परमेश्वर का खासियत, हालेलुया, यहाँ पर जब प्रचार हो रहा है उसी समय में आपके घर, आप जहां पर रह रहे हैं वहां पर मेरा परमेश्वर मौजूद है। ആമേൻ. ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭോപ്പാലിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ അവന്റെ സാന്നിധ്യം വെളിപ്പെടും. और पांचवा परमेश्वर का गुण ये है कि ही इज एन ऑलमाइटी गॉड, वो सर्वशक्तिमान परमेश्वर है। അഞ്ചാമത്തെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം സർവശക്തിമാനായ ദൈവമാണ്. I mean ये 5 कैरेक्टर्स मनुष्य के लिए परमेश्वर ने नहीं दिया है। ഈ 5 സ്വഭാവങ്ങൾ ദൈവം മനുഷ്യനുമായി പങ്കുവച്ചിട്ടില്ല, അത് ദൈവത്തിന്റേത് ये മാത്രമാണ്. 5 कैरेक्टर केवल मेरा परमेश्वर का कैरेक्टर है, लेकिन कुछ और कैरेक्टर्स मनुष्य के साथ भी उसने शेयर करने के लिए कोशिश किया है। ഈ 5 സ്വഭാവങ്ങൾ അത് ദൈവത്തിന്റേത് മാത്രമായിരിക്കുമ്പോൾ മറ്റു ചില സ്വഭാവങ്ങൾ ദൈവത്തിന്റേത് ദൈവം മനുഷ്യനും നൽകി കൊടുക്കുവാൻ, മനുഷ്യന് പകർന്നു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. परमेश्वर प्रेम से भरा हुआ परमेश्वर है और हमें भी सिखाता है और समझाता है कि परमेश्वर जैसा प्रेम करता है हम भी वैसा प्रेम करना है। परमेश्वर का वो प्यार का वो स्वभाव का गुण हमें भी शेयर करने के लिए वो तैयार होता है। ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിന്റെ സ്നേഹം നമ്മളും അനുഭവിക്കണമെന്നും ആ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്നും ആ സ്വഭാവത്തെ നമ്മൾ പങ്കിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. परमेश्वर की कैरेक्टर में है कि ही इज ए होली गॉड, वो पवित्र परमेश्वर है और हमें भी सिखाता है कि हम भी पवित्र बनना है। उसके लिए वो उसका कैरेक्टर हमारे साथ शेयर करने के लिए तैयार हो रहा है। ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം വിശുദ്ധനാണെന്ന്. ദൈവം ആഗ്രഹിക്കുന്നു ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ആ സ്വഭാവം നമ്മളിലും ഉണ്ടാകാൻ, നമ്മളും വിശുദ്ധരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. परमेश्वर करुणा और दया से भरा हुआ परमेश्वर है। वो कैरेक्टर हमारे साथ भी शेयर करता है और कहता है कि हम भी दूसरों से उस करुणा और उस दया दिखाना बहुत जरूरी है। ദൈവത്തിന്റെ സ്വഭാവത്തിൽ ദൈവം ദയയും കരുണയുമുള്ള ദൈവമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ദയാലുവായിരിക്കുന്നത് പോലെ, കരുണ കാണിക്കുന്നത് പോലെ നമ്മളും ദയയും കരുണയും മറ്റുള്ളവരോട് കാണിക്കണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. यही बात हमने उस पहले आयत में पढ़ा है कि परमेश्वर की करुणा तो अनंतता तक है। इट इज टिल द एंड। उस अंत तक परमेश्वर की करुणा वो हमारे और दिखाने वाला परमेश्वर है। ആ ദൈവിക സ്വഭാവമാണ് നമ്മൾ 52-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ വായിച്ചത്. ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. परमेश्वर के वचनों में काफी लोगों के बारे में पढ़ते हैं जो परमेश्वर की उस असाधारण दया को अनुभव किया है। ദൈവവചനത്തിൽ ദൈവത്തിന്റെ ദയയെ അത്ഭുതകരമായി അനുഭവിച്ച അനേക വ്യക്തികൾ
പ്രവൃത്തികളെ കുറിച്ച് നമ്മൾക്ക് കാണാൻ प्रेरितों കഴിയുന്നുണ്ട്. के काम उसके 28वें अध्याय 28 अध्याय उसके दूसरी आयत में उस मलीता के द्वीप में लोगों ने पौलुस और उसके साथ जितने लोग थे उनकी ओर एक असाधारण दया दिखाया करके हम वहां पर पढ़ते हैं. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, പൗലോസിനോടും തന്റെ കൂടെയുള്ളവരോടും ആ ദ്വീപിലെ ആളുകൾ അസാധാരണ ദയ കാണിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. I mean, उनके स्वभाव के अनुसार वो कभी भी दया दिखाने वाले लोग नहीं है. അവരുടെ സ്വഭാവം അനുസരിച്ച് അവർ ദയ കാണിക്കുവാൻ യാതൊരു സാധ്യതയുമുള്ളവരല്ല. I mean, मनुष्य को भी खाने वाले लोग हैं. हालेलुया. सोचकर देखिएगा, सच में यदि देखेंगे तो उन लोग सच में सेलिब्रेट करना चाहिए. कुछ दिन तक अब हंटिंग के लिए नहीं जाना पड़ेगा, बल्कि हमें एक भोजन मिला है बोलकर वे खुश हो सकते थे. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നരഭോജികളായിരിക്കുന്ന ഈ മനുഷ്യർക്ക് ആമൻ ആഘോഷിക്കേണ്ട സമയമാണ്. ഇനി കുറെ നാളത്തേക്ക് ആഹാരം ലഭിച്ചുവല്ലോ എന്നുള്ള സന്തോഷമാണ് അവർക്ക് ഉണ്ടാകേണ്ടത്. लेकिन परमेश्वर उनके अंदर पौलुस और उसके साथियों की ओर दिखाने के लिए एक असाधारण दया उनके अंदर परमेश्वर डाल रहा है. എന്നാൽ പൗലോസിന്റെയും കൂട്ടരെയും ആമൻ അവരോട് കാണിക്കേണ്ടതിന് ഈ വ്യക്തികളുടെ ഉള്ളിൽ ദൈവം ഒരു അസാധാരണ ദയ ഇടുവാനിടയായി. साधारण तौर से उनके अंदर दया नहीं है, लेकिन परमेश्वर मलीता के द्वीप के लोगों के अंदर एक असाधारण दया डाल रहा है. അവർ ദയയില്ലാത്ത മനുഷ്യരാണ്, എന്നാൽ അസാധാരണമായ ഒരു ദയ ഇവരോട് കാണിപ്പാൻ ദൈവം അവരിൽ അവൻ പ്രവർത്തിച്ചു. दूसरा सामुएल की किताब उसके 9 अध्याय उसके तीसरे आयत भी जल्दी से हम देखेंगे. दूसरे सामुएल उसके 9 अध्याय उसके तीसरे आयत की ओर. 2 ശമൂവേൽ 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചത്. यहाँ पर दाऊद पूछ रहा है कि मैं परमेश्वर की दया किसी के और दिखाने के लिए शाऊल के घराने से क्या कोई बाकी जिंदा है. അവിടെ ദാവീദ് രാജാവ് ചോദിക്കുകയാണ്, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? दाऊद का दया नहीं, बल्कि दाऊद कहता है कि मैं परमेश्वर की दया दिखाना चाहता हूं. അവിടെ ദാവീദിന്റെ ദയ എന്നല്ല എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ ദയ കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ? सच में दाऊद के अलावा यदि कोई और होता तो उन्हें मार डालता था, ദാവീദ് അല്ലാതെ വേറെ ആരായിരുന്നെങ്കിലും അവരെ കിട്ടിയാൽ കൊന്നുകളഞ്ഞേ. क्योंकि शाऊल और उसके घराना तो दाऊद को खत्म करने के लिए पीछे पड़ा हुआ था. ശൗലും കുടുംബവും മുഴുവനും ദാവീദിനെ കൊന്നുകളയുവാനായി പുറകെ പിടിച്ചിരിക്കുന്നു. पिछले 38 साल से दाऊद को भगा रहा है. 38 വർഷം ദാവീദിനെ ഇട്ട് ഓടിച്ചു. हालेलुया. फिर भी दाऊद कहता है कि शाऊल के घराने में क्या कोई है ताकि मैं परमेश्वर की दया उनकी ओर में दिखा पाऊं. ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ, ദൈവത്തിന്റെ ദയ അവരോട് ഞാൻ കാണിക്കേണ്ടത്. ये वचन हमें ये सिखाता है कि जैसा लोग हमारे प्रति करता है वैसा नहीं, बल्कि हमारे अंदर परमेश्वर की दया भरा रहना बहुत जरूरी ഈ है. വചനം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യർക്ക് ഇഷ്ടമുള്ളതുപോലെയല്ല, നാം ദൈവത്തിന്റെ ദയ മറ്റുള്ളവരോട് കാണിക്കണമെന്നാണ് വചനം പറയുന്നത്. परमेश्वर का कैरेक्टर मेरे अंदर होना बहुत जरूरी है. ആ ദൈവിക സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. परमेश्वर की दया मेरे अंदर होना बहुत जरूरी है. ആ ദൈവിക ദയ എന്റെ ഉള്ളിൽ ഉണ്ടാകണം. तो ही मैं असाधारण दया लोगों को मैं दिखा पाऊंगा. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ സാധാരണ ദയ മറ്റുള്ള മനുഷ്യരോട് നമ്മൾക്ക് അവൻ വെളിപ്പെടുത്തുവാൻ കഴിയൂ. अरे आपसे प्यार करने वाले लोगों को दोबारा प्यार करना बहुत आसान है, लेकिन आपसे नफरत करने वालों को प्यार करना वो परमेश्वर की दया का जरूरत पड़ता है. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ എന്ത് ലാഭമുള്ളൂ, അത് എളുപ്പമുള്ള കാര്യമാ. പക്ഷേ നമ്മെ ഉപദ്രവിക്കുന്നവരോട് അസാധാരണ ദയ കാണിക്കുന്നതിലാണ് പ്രത്യേകത. आपको मारने वाले, आपको मार डालने के लिए पीछे पड़ने वाले लोगों के और आप यदि प्रेम कर पाते हैं वो परमेश्वर का एक असाधारण दया है. നമ്മളെ ഉപദ്രവിക്കുന്നവരെ, നമ്മെ കുറ്റം പറയുന്നവരെ, നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നതിലും ദയ കാണിക്കുന്നതിലുമാണ് അസാധാരണമായ ദൈവത്തിന്റെ ദയ വെളിപ്പെടുന്നത്. एक दो आयतों को जल्दी से पढ़कर मैं उस बात को समाप्त करना चाहूंगा. 2 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് भजन അവസാനിപ്പിക്കാം. संहिता 33 उसके 5वें आयत को जल्दी से हम देखेंगे. സങ്കീർത്തനങ്ങൾ 33-ന്റെ 5 5-ാം വാക്യം, അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. परमेश्वर की दया से पूरा पृथ्वी भरा हुआ है करके भजन संहिता लिखने वाला कहता है. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. भजन संहिता 63 और उसके तीसरी आयत भी जल्दी से हम देखेंगे. 63 उसके तीसरी आयत भजन संहिता 63-ന്റെ 63 63-ന്റെ മൂന്നാമത്തെ വാക്യം.
മൂന്നാമത്തെ വാക്യം, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. तेरा दया जीवन से भी बढ़कर है करके यहाँ पर भजन संगीता लिखने वाला कहता है. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. मेरा जीवन बहुत ही वैल्यूबल है, എന്റെ ജീവന് നല്ല വിലയുണ്ട്. लेकिन वचन कहने वाला, भजन संगीता लिखने वाला कहता है कि मेरा जीवन से भी बहुत ही अनमोल है परमेश्वर का दया. എന്റെ ജീവനേക്കാൾ വിലയേറിയതാകുന്നു ദൈവത്തിന്റെ ദയ. हालेलुया. मेरा जीवन से भी वैल्यूबल है परमेश्वर की दया. എന്റെ ജീവനേക്കാൾ വലുതാകുന്നു ദൈവത്തിന്റെ ദയ. मेरे लिए मेरा जीवन बड़ा है, लेकिन परमेश्वर कहता है, परमेश्वर का वचन कहता है कि मेरा जीवन से बड़ा है परमेश्वर का दया मेरे ओर दिखाता है. എന്റെ ജീവൻ വലിയതാണ്, എനിക്ക് വിലപ്പെട്ടത് തന്നെയാണ്, പക്ഷെ അതിലും വിലയേറിയതാണ് ദൈവത്തിന്റെ ദയ. भजन संहिता 103 का 11 में ऐसा लिखा गया है कि आकाश पृथ्वी से जितना ऊंचा है उतना है परमेश्वर का मेरे ओर का दया. സങ്കീർത്തനം 103:11 വായിക്കുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. हालेलुया. उसके 17th आयत भी हम देखेंगे. 17 യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. परमेश्वर की दया हर एक समय अपने भक्तों की ओर और उनके पीढ़ी से पीढ़ी तक वो अपने दया दिखाने वाला परमेश्वर है. അവന്റെ ദയ അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കളോളം അവൻ ദൈവം കാത്തു സൂക്ഷിക്കും. उल्पत्ति की किताब उसके 50वें अध्याय उसके 6 आयत में हम देखते हैं यूसुफ अपने भाइयों के प्रति एक असाधारण दया दिखा रहा है. ഉൽപ്പത്തി 50:6 വാക്യം വരുമ്പോഴേക്കും യോസേഫ് തന്റെ അപ്പനോടും തന്റെ സഹോദരന്മാരോടും അസാധാരണ ദയ കാണിക്കുന്നതായി കാണുന്നു. अपने भाइयों ने कहा कि हमें अपने भाई जैसा मत सोचो, बल्कि एक गुलाम के समान समझ लो. लेकिन यूसुफ उनसे कहता है, हालेलुया, प्रेज़ लॉर्ड, तुम गुलाम नहीं है बल्कि तुम मेरे भाई है. एक असाधारण दया यूसुफ वहां पर दिखा रहा है. യോസെഫിന്റെ സഹോദരന്മാർ പറയുകയാണ്, നീ ഞങ്ങളെ സഹോദരന്മാരെ പോലെ കാണണ്ട എന്ന് പറയുമ്പോൾ യോസെഫ് പറയുക, നിങ്ങളല്ല അടിമകളല്ല, നിങ്ങൾ എന്റെ ആമേൻ പ്രിയ സഹോദരന്മാരെന്ന് പറഞ്ഞ് അവരോട് അസാധാരണമായ ദയ കാണിക്കുക. वहां पर लिखा है उस 50वें अध्याय के 6 आयत, आप बात में ध्यान से जब पढ़ लेना, वहां पर लिखा है कि हालेलुया, एक गुलाम के समान तो हमें गिन लो. लेकिन यूसुफ कभी भी उन्हें गुलाम के समान नहीं बल्कि एक भाईचारा वहां पर वे दिखा रहा है. ഉൽപ്പത്തി 50-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അവൻ ഒരു അടിമയെ പോലെയല്ല, സഹോദരന്മാരെ പോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നെന്ന് പറയുകയാണ്. हालेलुया. इफिसियों की पत्री में हम देखते हैं परमेश्वर ने हमारे गुनाहों को क्षमा किया और उसकी असाधारण दया हमारे और उसने दिखा लिया है. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ അസാധാരണ ദയ നമ്മോട് കാണിക്കുന്ന നിമിത്തം അവൻ നമുക്ക് വേണ്ടി അവൻ ജീവനായി തീർന്നു. दो एक के मुंह से आने वाला एक शब्द के कारण जब 85 याजकों का मृत्यु होना पड़ रहा है, दाऊद कहता है कि परमेश्वर दयालु परमेश्वर है. हालेलुया, प्रेज़ लॉर्ड. तू जहां पर नहीं बोलना था वहां पर तूने बोला, इसके लिए कुछ लोगों का मृत्यु होने का कारण हुआ है. ദാവീദ് പറയുകയാണ്, അവൻ ആവശ്യമില്ലാത്ത ഒരു വാക്കുരിഞ്ഞത് നിമിത്തം, അവന്റെ വായിലെ വാക്ക് നിമിത്തം 85 പുരോഹിതന്മാരെ കൊന്നൊടുക്കിയ സമയത്ത് നീ ആവശ്യമില്ലാതെ സംസാരിച്ചത് നിമിത്തമാണ് ഇത് സംഭവിച്ചതെന്ന് ദാവീദ് തന്നോട് പറയുന്നു. कुछ घटनाओं के बारे में हमेशा जानकारी होगा, लेकिन चुपचाप रहना हमारे लिए उत्तम रहेगा. ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞതായിരിക്കാം, പക്ഷെ ആവശ്യമില്ലെങ്കിൽ മൗനമായിരിക്കുക. हालेलुया. परमेश्वर भी हमसे वही चाहता है. ദൈവവും നമ്മെ കുറിച്ച് അത് തന്നെ ആഗ്രഹിക്കുന്നു. सारे बातों को सभी जगह जाकर बोलना जरूरी नहीं है. काफी जगह पर हालेलुया हमारे मुंह बंद रखना बहुत जरूरी है. नहीं तो किसी का मृत्यु हो सकता है, नहीं तो हालेलुया कुछ अनर्थ हो सकता है. रोड पर दाऊद उस गीत में ऐसा लिखता है कि हे वीर, हालेलुया, तू शाऊल के सामने तो वीर बन गया, लेकिन परमेश्वर के सामने तू खत्म हो गया है. ദാവീദ് സങ്കീർത്തനത്തിൽ കൂടെ പറയുകയാണ്, നാം അറിഞ്ഞതെല്ലാം എല്ലാവരോടും ചെന്ന് പറയേണ്ട ആവശ്യമില്ല, അത് മറ്റുള്ളവരുടെ ജീവന്റെ ഹാനിക്ക് കാരണമായി തീരും. ഒരുപക്ഷെ രാജാവിന്റെ മുന്നിൽ നിനക്ക് വീരൻ എന്ന് തോന്നിയിരുന്നാലും ദൈവം മുമ്പാകെ നീ ഏതുമില്ല. हालेलुया. इसके लिए बड़े ध्यान से हमारे जिंदगी को हम तैयार करने पाए. हमारे मसीह जिंदगी बड़े ध्यान से जीना जरूरी है. हालेलुया. कहां पर क्या बोलना है
बहुत ही प्रार्थना पूर्वक समझते हुए हम बोलने पाए, हमारे मुंह का बड़ा नियंत्रण में हालेलुया हम चलने पाए। इस वचनों के द्वारा हम परमेश्वर के प्रेज़ लॉर्ड अनुग्रह और आशीषों से प्रेज़ लॉर्ड भरपूर होते हुए हम दिन प्रतिदिन आगे बढ़ने पाए। ऐसे अवसर और अनुमति दिया हुआ परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। एक प्रार्थना विषय और जोड़ना चाहूंगा, यदि परमेश्वर का योजना है तो आज दोपहर को मैं दिल्ली तक कुछ जरूरत यात्रा के लिए मैं यात्रा करना चाहता हूं। कल मैं लौट कर आऊंगा, लेकिन प्रार्थना करें कि अच्छा यात्रा परमेश्वर दे, क्योंकि आज का माहौल उतना ठीक नहीं है। इसके लिए प्रार्थना करें कि सारे बातों में परमेश्वर के अनुग्रह और उपस्थिति को अनुभव कर पाऊं। गॉड ब्लेस यू ऑल। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। आमेन आमेन।